ഹലോ, ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലോട്ടാണ്. ഹൈവേ പിടിച്ച് നല്ല അടിപൊളി ഒരു യാത്ര. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഈ ഹൈവേക്ക്. ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ നിർത്തി ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് വിട്ടത്. പിന്നെ ഒരു നഴ്സറി കണ്ട് അവിടെയും കയറി. ചെടിയെന്ന് പറഞ്ഞാൽ എനിക്കും ഉമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നല്ല, വീട് നിറച്ച് വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. അവിടുന്ന് ഞങ്ങൾ കുറച്ച് റോസൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇതൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഇനി വീണ്ടും നമുക്ക് കന്യാകുമാരിയിലോട്ട് പോകാൻ. ഇപ്പം തന്നെ വളരെ സമയം വൈകി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ യാത്ര തുടർന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ നേരെ ചെന്നോണ്ടേ ഹോട്ട് വീൽസ്. ഇവരിതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ചെന്നാലും ഇവർക്ക് എൻ്റെ മെയിൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ അകത്തോട്ട് കയറി. ഹോട്ട് വീൽസിനൊക്കെ അവിടെ നല്ല വില കേട്ടോ. എനിക്ക് ചിപ്പി വെച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹാങ്ങിങ്സും കുറേ ലൈറ്റ്സൊക്കെ കണ്ടോ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊന്നും മേടിച്ചിട്ടില്ല, കാരണം നമ്മൾക്ക് സ്വന്തം വീടൊക്കെ വെച്ചിട്ട് മതി എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എനിക്ക്. ഈ തട്ടായിട്ടൊക്കെ അവർ എത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നതല്ലേ. അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അവിടെ നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി നമുക്ക് കടലൊക്കെ കാണുന്ന ഭാഗത്ത് കുറച്ച് നേരം പോയി വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. രാത്രിയായിട്ടും എന്തോരം ആൾക്കാരാണ്. ഞാൻ ഓർക്കും ഇവരൊന്നും വീട്ടിൽ പോകണ്ടേ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാനും ഈ സമയത്താണ് ചെന്നത്, അത് വേറെ കാര്യം. അങ്ങനെ നേരെ കടലിൻ്റെ തിരയൊക്കെ എണ്ണി. വലിയ തിരയൊന്നും ഇല്ലായിരുന്നു, ശാന്തമായി കിടക്കുകയായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് തിര എണ്ണി വായി നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു വഴി കൂടെ കയറിയിട്ട് വേറൊരു വഴി കൂടെ ഞങ്ങൾ ഇറങ്ങി. അവിടെയും സാരിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് മെയിനായിട്ട് ബുദ്ധനെ ഒന്ന് നോക്കണമായിരുന്നു. ബുദ്ധൻ കിട്ടുകയാണെങ്കിൽ മേടിക്കണമായിരുന്നു. ദേ ഇരിക്കുന്നു. ഇതല്ല കേട്ടോ, വെള്ള ബുദ്ധനാണ്. ആ വഴിക്ക് തന്നെ ഉമ്മ എനിക്കൊരു മുല്ലപ്പൂ വാങ്ങിച്ചെന്ന് തലയിൽ വെച്ചെന്നു. കണ്ട കൊള്ളാമോ ഗൈസ്, എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. പിന്നെ നേരെ ഞങ്ങൾ പോയപ്പോൾ തടി കൊണ്ട് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ എനിക്ക് കൗതുകമായി. അതുകൊണ്ട് തന്നെ നിങ്ങളെയും കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മുട്ടയൊക്കെ പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. ഈ സാധനം ഞാൻ വളരെ ചെറുതിലെ കളിച്ചിട്ടായിട്ടൊക്കെ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നിങ്ങൾ ഇതെന്തെങ്കിലും വെച്ച് കുഞ്ഞിലേ കളിച്ചിട്ടുണ്ടോ എന്ന്. ഈ പെട്ടി ബോക്സ് അങ്ങനെ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് യാത്രയായി. ഹാങ്ങിങ് ഞാൻ പിന്നെയും നോട്ടായിട്ട് വെച്ചിട്ടാണ് വന്നേട്ടോ. വില ചോദിച്ചില്ല, മറന്നേ. അവിടെ നിന്ന് അതെല്ലാം കണ്ട് ഏകദേശം രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ യാത്രയിൽ പോകുന്ന വഴിക്ക് ഈ പള്ളിയും കൂടെ ഒന്ന് എടുക്കാൻ വെച്ചു. ഇനി അടുത്ത വീഡിയോ കാണാം.